സുഹൃത്തുക്കളെ, പുലിക്കോട്ടിൽ ഹൈദർ സാഹിബിൻ്റെ പഴയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മൂന്നാമത്തെ അടി ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു. പട്ടരി ചെട്ടി നായർ നമ്പൂരിക്ക് ഊര് ഭരിക്കാൻ കിട്ടിയാൽ കഷ്ടപ്പാടൊരു കാലം തീരുമോ? പട്ടരി ചെട്ടി നായർ നമ്പൂരിക്ക് ഊര് ഭരിക്കാൻ കിട്ടിയാൽ കഷ്ടപ്പാടൊരു കാലം തീരുമോ? പട്ടവും പഞ്ഞമറിഞ്ഞ് തിരഞ്ചി ലോകമടവയും ബച്ചരസാക്കിടും കൂട്ടർ തമ്മിൽ ചേരുമോ? പട്ടവും പഞ്ഞമറിഞ്ഞ് തിരഞ്ഞി ലോകമടവയും ബച്ചരസാക്കിടും കൂട്ടർ തമ്മിൽ ചേരുമോ? കെട്ടിമറിഞ്ഞ് വിദേശി സാമാനങ്ങൾ ഉപേക്ഷിച്ചാൽ കിട്ടണ കോപ്പെന്താണത് കൊണ്ടിട്ടാകുമോ? കേമമതുറ്റവനാം ബ്രിട്ടീഷരെ സേനോട് എതിർത്ത് നിയമമതൊക്കെയും നിഷേധിച്ചാൽ പോകുമോ? തട്ടവും കോണവും കാതിർ മുണ്ടോടൊത്തിട്ടൂവിൽ തന്നെ പുറത്തൂടെ, തട്ടവും കോണവും കാതിർ മുണ്ടോടൊത്തിട്ടൂവിൽ തന്നെ പുറത്തൂടെ, തല്ലിത് മാതിരി കൊള്ളുന്നതിൽ ഗുണം നല്ലത് വാങ്ങിയുടുത്തൂടെ, തല്ലിത് മാതിരി കൊള്ളുന്നതിൽ ഗുണം നല്ലത് വാങ്ങിയുടുത്തൂടെ, മുട്ടവരാം ഗവൺമെന്റിൻ കീഴതും ഈട്ടുവി തന്നെ പുറത്തൂടെ, മുന്തിയ വേദവും ശാസ്ത്രമിൽ വീതി ചിന്തിയതൊന്ന് വളർത്തൂടെ, വേണ്ട വെറുതന വികിടത്തിന് പോണ്ടായി സ്വയംഭരണത്തിന്, വേണ്ട വെറുതന വികിടത്തിന് പോണ്ടായി സ്വയംഭരണത്തിന്, മലബാറിൻ്റെ ദിക്കില് കാലഹം കൊണ്ട് നാശം പണ്ടെങ്ങാണ്ടണഞ്ഞൊരു സ്വാദ് മറന്നോ, മുണ്ടണ്ടായിനി വെറുതാവിലിരുന്നോ. മലബാറിൻ്റെ ദിക്കില് കാലഹം കൊണ്ട് നാശം പണ്ടെങ്ങാണ്ടണഞ്ഞൊരു സ്വാദ് മറന്നോ, മുണ്ടണ്ടായിനി വെറുതാവിലിരുന്നോ. ഇന്ത്യ എന്ന പതിക്ക് സ്വയാഭാരണം കിട്ടാൻ ആശിച്ച് എന്തിനടോ തകരാറിന് പോണീ കാലത്ത്? ഇത്തിരയും മര്യാദയിലെന്നും ഈ നാട് ഭരിക്കാൻ തതിരപ്പെട്ടൊരു മന്നവനുണ്ടോ ലോകത്ത്? അതായത് കവി പറയുന്നു, പട്ടര് ചെട്ടി നായർ നമ്പൂരി പുലയൻ പറയൻ ചെറുമൻ കണക്കൻ നായാടി ചക്ലിയൻ തുടങ്ങി ആയിരക്കണക്കിന് ജാതികളായി തിരിഞ്ഞു നിൽക്കുന്ന സാധനമാണ് ഈ ഹിന്ദുക്കൾ. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, യുക്തിവാദിയായ ജോസഫ് ഇടമറക് ഇന്ത്യയിലെ ജാതികളെ ഒന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുകയും അതിനുവേണ്ടി കുറേ വർഷം ചിലവഴിക്കുകയും ചെയ്തു. 3500 കവിഞ്ഞപ്പോൾ ആ പരിപാടി അദ്ദേഹം ഉപേക്ഷിക്കുകയും ഇനി എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് നിർത്തുകയും ചെയ്തു. അത് കേരള ശബ്ദത്തിൽ ആ വാർത്ത വന്നത് ഞാൻ വായിച്ചത് ഓർക്കുന്നുണ്ട്. തമ്മിൽ തൊടാനോ ചിലരെ ഒന്ന് കാണാൻ പോലുമോ പറ്റാത്ത തരത്തിലുള്ള ഈ കൂട്ടരെയാണ് നമ്മുടെ സംഘികൾ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒന്നായി കൂട്ടാൻ ശ്രമിക്കുന്നത്. അവർക്ക് വോട്ട് മാത്രമാണ് ആവശ്യം. ഈ കൂട്ടർക്ക് അവരുടെ കയ്യിൽ ഭരണം കിട്ടിയാലത്തെ അവസ്ഥയൊന്ന് കവി ഭയപ്പെടുകയാണ്. ഇവർക്ക് ഭരണം കിട്ടിയാലത്തെ അവസ്ഥ അതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പട്ടവും പഞ്ഞമറിഞ്ഞ് തിരഞ്ഞി ലോകമടവയും ബച്ചരസാക്കിടും കൂട്ടര് തമ്മിൽ ചേരുമോ? കാരണം തീണ്ടലും തൊടിയിലും മറ്റും മറിച്ചുമൊക്കെ ഉള്ള ഈ കൂട്ടരങ്ങനെ തമ്മിൽ ചേരുക. തുടർന്ന് കവി ചോദിക്കുന്നു, കെട്ടിമറിഞ്ഞ് വിദേശി സാമാനങ്ങൾ ഉപേക്ഷിച്ചാൽ കിട്ടുന്ന കോപ്പെന്താണ് അത് കൊണ്ടിട്ടാകുമോ? ഇങ്ങനെ കെട്ടി പറഞ്ഞാണ് ഈ വിദേശ വസ്ത്രമൊക്കെ ബഹിഷ്കരിച്ച്
വിദേശ സാധനങ്ങളൊക്കെ ബഹിഷ്കരിച്ചുകൊണ്ട് അതുകൊണ്ട് കിട്ടുന്ന കോപ്പ് എന്താ അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ബ്രിട്ടീഷ് രാജ്യയെ എതിർത്താൽ ഇവിടെയുള്ള നിയമങ്ങളൊക്കെ ഇല്ലാതായി പോകുമോ? നിങ്ങൾക്ക് എന്താ പിരാന്താണോ എന്നും കവി ചോദിക്കുന്നു. ഇപ്പം ഉള്ള മാതിരി മുസ്ലിങ്ങൾക്ക് മാപ്പിളച്ചിയക്ക് തട്ടോ, താഴ്ന്ന ജാതിക്കാർക്ക് കോണകോ, മുതിർന്ന ജാതിക്കാർക്ക് കതിർമുണ്ടും ഒക്കെ എടുത്തിങ്ങനെ നടന്നാൽ പോരെ? എന്തിനാ അങ്ങനെ വെറുതെ സമരത്തിനൊക്കെ പോണത്? അതാണ് കവിയുടെ മറ്റൊരു അഭിപ്രായം. വെറുതെ സമരത്തിലിറങ്ങി തല്ല് കൊള്ളുന്നില്ല നല്ലത് ഇത്തരം നല്ല വസ്ത്രങ്ങൾ വാങ്ങി ഉടുത്തുകൂടെ എന്നാണ്. എല്ലാ കാര്യത്തിലും മുക്തവരായ അതേർന്ന് മുതിർന്ന നല്ല ഗുണപരമായ കാര്യങ്ങൾ ചെയ്യുന്ന പുരോഗതിക്കാരായ ഗവൺമെൻറ്റിന് കീഴൊതുങ്ങി ജീവിച്ചുകൂടെ എന്നാണ് കവി ചോദിക്കുന്നത്. അതും പോരാഞ്ഞിട്ട് കവി വീണ്ടും പറയുന്നു, 4 വേദങ്ങളിൽ, 4 വേദം എന്ന് പറഞ്ഞാൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന 4 വേദങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഖുർആൻ, ഇഞ്ചീൽ, തൗറാത്ത്, സബൂർ എന്ന ഈ 4 ഗ്രന്ഥങ്ങളെയാണ് മൂപ്പർ ഈ 4 വേദം എന്ന് പറയുന്നത്. അതിൽ 3ാമത്തെ വേദമാണ് ഇഞ്ചീൽ, അതായത് ബൈബിൾ. 3ാം വേദമായ ഇഞ്ചീൽ അഥവാ ബൈബിളിനെയാണ് കവി മുന്തിയ വേദം എന്ന് പറഞ്ഞ് പുകഴ്ത്തുന്നത്. സത്യത്തിൽ ഖുർആനിൽ മുന്തിയ വേദത്തെക്കുറിച്ച് പറയുന്നത് 3ാം വേദത്തിൽ വിശ്വസിച്ചവർ നടക്കുന്ന വഴിയെ പോലും നിങ്ങൾ നടക്കരുത്, അങ്ങനെ നടക്കുന്നവൻ നരകത്തിലായിരിക്കും എന്നാണ്. അത് 4ാം വേദക്കാരനായ ഖുർആൻ വിശ്വാസിയായ കവി പറയുന്നു, മുന്തിയ വേദവും ശാസ്ത്രമിൽ വീതി ചിന്തിയതൊന്ന് നടത്തൂടെ എന്ന്. അതിൽ 2ാമത് പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. കാരണം ശാസ്ത്രമിൽ വീതി ചിന്തിയതെന്ന് ബ്രിട്ടീഷുകാർ തന്നെയാണ്, ഇംഗ്ലണ്ടുകാരാണ്. ആവ്യഞ്ചിൻ്റെ കണ്ടുപിടുത്തം മുതൽ ഇങ്ങോട്ട് ഒരുവിധ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ അടിത്തറയിട്ടത് ഇംഗ്ലണ്ടുകാരാണ്. അതുകൊണ്ട് അത് ശരിയാണ്. അത് നിങ്ങൾ ഈ വെറുതെ വിഘടനത്തിനൊന്നും പോണ്ട, വീട്ടിൽ വെറുതെ ഇരുന്നാൽ മതി, അല്ലാതെ സമരത്തിനും കാര്യങ്ങൾക്കൊന്നും പോകണ്ട എന്ന്. അതിൻ്റെ തിക്തഫലം വളരെ ബുദ്ധിമുട്ടേറിയതായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉദാഹരണമായി അദ്ദേഹം പറയുന്നത് 1921 മലബാർ കലാപത്തെക്കുറിച്ചാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിലെ മുസ്ലിങ്ങൾ അന്ന് ആഞ്ഞടിച്ച് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഖലീഫയായി പ്രഖ്യാപിച്ചത് കുറച്ചു കാലം നാടുഭരണം നടത്തിയിരുന്നു. അതിൻ്റെ അനുഭവം നിങ്ങൾക്കില്ലേ? എന്താണ് അതുകൊണ്ട് കിട്ടിയത് എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം സൂചിപ്പിച്ചുകൊണ്ട് 1921 മാപ്പിള ലഹളയെയും കൂടി ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തി സമരത്തിൽ നിന്നും പിന്മാറണം എന്നാണ് കവി അതുകൊണ്ട് ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.